അപ്പോൾ ഈ കാണുന്ന ബെയർ അനാട്ടമി എന്ന് പറയുന്ന സാധനം പർപ്പിളിലും ഇൻസ്റ്റയിലും റീല് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. താരൻ പോകാൻ ബെസ്റ്റാണെന്ന് പറഞ്ഞിട്ട്. ബെസ്റ്റൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ദിവസം താരൻ പോകും, അടുത്ത ദിവസം താരൻ വീണ്ടും വരും. പക്ഷെ പെയിൻ പോകാൻ അടിപൊളി സാധനമാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുന്നതുകൊണ്ട് അമ്മമാർക്കും കൊച്ചിനും ഒക്കെ പെയിനാണ് തല നിറച്ച്. വല്ല വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരും. അപ്പോൾ അതെല്ലാം മാറാനായിട്ട് നമ്മൾ ആ വല്ലപ്പോഴേക്ക് ഷാമ്പു ഇടുമ്പോൾ ഈ ഷാമ്പു ഇട്ട് തേച്ച് കഴിക്കാൻ മതി. തല പെയിനൊക്കെ അവിടെ ചത്തങ്ങിരുന്നോളും. ഇനി നമ്മൾ ബീഫ് കറി വയ്ക്കാൻ പോവാണ്. അന്ന് നമ്മൾ ബീഫിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കിയില്ലേ, BDF ഡ്രൈ ഫ്രൈ, അതിൻ്റെ ബാക്കി ഇരുന്നതെല്ലാം എടുത്ത് നമ്മളൊരു കറി വെക്കുകയാണ്. ഒരു കിടിലൻ ബീഫ് കറിയാണ്. അപ്പം ഞാനായിട്ട് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു റെസിപ്പി ആയതുകൊണ്ട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അത്യാവശ്യത്തിന് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയിൽ കുറച്ച് കൂടുതലെടുത്ത് നിറച്ച് എണ്ണ ഒഴിച്ച് അങ്ങ് വറുത്ത് മാറ്റണം. എന്നിട്ട് ആവശ്യത്തിന് ബീഫ്, നമുക്ക് കയ്യിൽ കിട്ടിയ ബീഫിൻ്റെ കുറച്ചൊക്കെ നമ്മൾ BDF ഉണ്ടാക്കി ബാക്കി ഉണ്ടാക്കാൻ വച്ചിരുന്ന ബീഫിനെ മുഴുവനായിട്ടും അങ്ങ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വറുത്ത് മാറ്റി വെച്ചത് ഈ പരുവമാകുമ്പോഴത്തേക്ക് അതങ്ങ് വറുത്ത് കോരി അങ്ങ് മാറ്റണം. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫിലോട്ട് ബാക്കി മസാലകൾ ചേർക്കാം. അതിന് മുന്നേ ആയിട്ട് ഈ പരുവത്തിലായ സവാളയിൽ കൂടെ കുറച്ച് മസാലകളും കൂടി ആഡ് ചെയ്യാം. കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. കാശ്മീരി ചില്ലി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കളറ് കൂടുതൽ കിട്ടും. എനിക്ക് എപ്പോഴും നല്ല കറുത്തിട്ടിരിക്കണം കറി. ചുമന്ന ബീഫ് കറി, ചിക്കൻ കറി അതിനെയൊക്കെക്കാളും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും നല്ല ബ്രൗൺ കളറിലിരിക്കുന്ന കറിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ മസാലകൾ ഇങ്ങനെ മൂപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചതായിരിക്കാം ഇത്. പിന്നെ നമ്മുടെ മീറ്റ് മസാലയും കൂടി ഒന്ന് ആഡ് ചെയ്യണം. ബീഫ് ആയതുകൊണ്ടാണ് മീറ്റ് മസാല. ചിക്കനാണ് നിങ്ങൾ ഇങ്ങനെ വയ്ക്കുന്നതെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം. ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുക, അടിപൊളിയായിരിക്കും. എപ്പോഴും ഈ സവാള വറുത്ത് വെക്കുന്ന കാണുമ്പോൾ എനിക്കിത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോഴാണ് സാധിച്ചത്. അങ്ങനെ അതേ സെയിം സംഭവം സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും കൂടി ഈ ഐറ്റവും നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ളതും എല്ലാം കൂടിയിട്ട് അങ്ങ് തിരുമ്മി പുരട്ടുകയാണ്. ആവശ്യത്തിന് മസാലകൾ എന്താണോ ബീഫിലേക്ക് ആവശ്യമുള്ളത്, മല്ലിപ്പൊടിയും മസാലപ്പൊടിയും മുളക് പൊടി, ഇതെല്ലാം ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ നേരത്തെ അങ്ങ് വറുത്തതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ടേക്കാം. കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് കുക്കറിലങ്ങ് വേവിക്കാൻ വയ്ക്കാം. മിക്സ് ചെയ്യാനായിട്ട് വന്നപ്പം പാറക്കുട്ടിക്കും അത് മിക്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അവളും കൂടെ വന്നത് മിക്സ് ചെയ്യാണ്. ഇത് മാത്രമല്ല കേട്ടോ, മീനായിരുന്നാലും ചിക്കൻ ആയിരുന്നാലും മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അവൾക്ക് മിക്സ് ചെയ്യണം. അവൾക്ക് അറിയത്തില്ല പച്ചയാണെന്നൊന്നും. അവൾ അതിനെ എടുത്ത് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കുകയാണ്. അപ്പം ഞാനത് പിടിച്ച് വാങ്ങിച്ച് വച്ചതിൻ്റെ ദേഷ്യത്തിൽ പിന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അതുമല്ല ഈ മുളകിനകത്തൊക്കെ കൈയിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നീറത്തില്ലേ, അതുകൊണ്ട് അവളെ അങ്ങ് ഓട്ടിച്ചു. 7-8 വിസിൽ കേൾക്കുമ്പോൾ സാധനം റെഡി.